ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പൊതിച്ചോറുണ്ടാക്കിയാലോ. കുറച്ച് ദിവസമായി എൻ്റെ മോളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു പൊതിച്ചോറുണ്ടാക്കി കൊടുക്കാൻ. കഴിഞ്ഞ ദിവസം അവളൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടു. അന്ന് തുടങ്ങിയിട്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ ആഗ്രഹങ്ങളൊന്നും നമ്മൾ പിന്നേക്ക് വെക്കേണ്ട കാര്യമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന 1-2 കറികളും ഫ്രൈയും ഒക്കെ ആയിട്ട് നമുക്കൊരു പൊതിച്ചോറുണ്ടാക്കിയാലോ. അപ്പോൾ തുടങ്ങല്ലേ. അപ്പോൾ പരിപ്പും ചീരയും വെച്ചൊരു കുത്തിക്കാച്ചിയൊരു കറിയും, പപ്പായയും മുട്ടയും വെച്ചൊരു തോരനും, ഒരു ചമ്മന്തിയും, മുട്ട വറുത്തതും, കൊഴുവ ഫ്രൈയും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും ചീരയും വെച്ചിട്ടുള്ള കുത്തിക്കാച്ചിയ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പരിപ്പെടുത്ത് ഒന്ന് 1-2 തവണ നമുക്ക് വാഷ് ചെയ്ത് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇത് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി വെക്കാം. ഇപ്പോൾ പരിപ്പ് ഏകദേശം കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് വേവിക്കാനായിട്ട്. അപ്പോൾ അതവിടെ ആവട്ടെ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ചീര എന്ന് പറയുന്നത് മൈസൂർ ചീര, വേലി ചീര എന്നൊക്കെ പറയുന്ന ചീരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായി വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം. ഭയങ്കര ഗുണങ്ങളൊക്കെ ഉള്ളൊരു ചീരയാണിത്. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത ചീരയും റെഡിയാണ്. അപ്പോൾ നമ്മളിത് ചൂട്ടോടുകൂടി തന്നെ ഈ പരിപ്പിലേക്ക്, ചൂടുള്ള പരിപ്പിലേക്ക് നമ്മൾ ഈ ചീര ഒന്ന് ഇട്ട് വെക്കുകയാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ചൂട് പരിപ്പിലേക്ക് ഇങ്ങനെ ചീര ഇട്ട് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ചത് വെന്തോളും. അപ്പോൾ ഇതൊന്നിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം. ഇനി നമുക്ക് ഇത് കാച്ചാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് പുളി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പുളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് സ്വല്പം വെള്ളമൊഴിച്ച് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ 1 ടീസ്പൂണോളം കടുക് ഞാൻ ഇട്ടിട്ടുണ്ട്. ശേഷം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞ് വന്ന ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളിക്ക് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയുള്ളിയോ സവാളയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഉള്ളി ഈ സമയം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ വേഗം തന്നെ പുളിവെള്ളം ഒഴിക്കുകയാണ്. സാധാരണ ക്രഷ്ഡ് ചില്ലി ഇട്ടതിന് ശേഷമാണ് ഞാൻ ഈ പുളിവെള്ളം ഒഴിക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു. ഇടയിലൊന്ന് എൻ്റെ വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പരിപ്പും ചീരയും മിക്സ് ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ടൊന്ന് 1 മിനിറ്റോളം ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഒത്തിരി നേരം ഇതിനെ അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിവിടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുഴഞ്ഞൊരു പരുവത്തിലാണ് ഇത് ഇരിക്കുക. ഈ ഒരു സ്റ്റിക്കി ഫോമിൽ ഇതൊന്ന് ഇരുന്ന് ഒന്നും കൂടിയും കട്ടിയാവും. അപ്പോൾ ഞാൻ പരിപ്പിൽ ഉപ്പിടാതെയാണ് വേവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. ഉപ്പ് എപ്പോഴും കറിയിൽ അവസാനം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതലായാലും ഇടാൻ സാധ്യതയുണ്ട്. പൊതുവേ എനിക്ക് ഉപ്പിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലാവണ്ട എന്നതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പരിപ്പും ചീരയും കുത്തിക്കാച്ചിയത് റെഡിയാണ്. ഇനി ഞാനിവിടെ പപ്പക്കായയുടെ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. ഇതിനായിട്ട് ഞാനൊരു ചെറിയ പപ്പക്കായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 5 ചെറിയുള്ളി, 5-6 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, 1 പിടി നാളികേരം, ഇതെല്ലാം കൂടി നമുക്ക് 2 ട്രിപ്പായിട്ട് നമുക്ക് ഈ വെജിറ്റബിൾ കട്ടറിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം നമുക്ക് വെജിറ്റബിൾ കട്ടറിൽ ഇങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ ആവശ്യമുണ്ട്. പുള്ളി അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ചെറിയ കുക്കറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ചൂട് കയറുന്ന കാരണം എനിക്ക് കുറച്ച് ഗ്യാസ് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്റ്റീൽ കുക്കറാണ് മിക്കപ്പോഴും എൻ്റെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പക്കായയുടെ കൂട്ടുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പപ്പക്കായ്ക്ക് ഒത്തിരി വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് വരും. ഒത്തിരി നേരം മൂടി വെച്ചൊന്നും ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പാകമായി കിട്ടും.
ഇനി നമുക്ക് ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഒരു മുട്ട നമുക്ക് ഇതിലേക്ക് ചേർക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈവിടാതെ ഇളക്കി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ താഞ്ഞെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ കൈവിടാതെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തോരൻ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്, ഒരു 10-15ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, ഒരു 10-12ഓളം ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, 3 തണ്ടോളം കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചമ്മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറഞ്ഞ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് കരിയാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കളറ് ചേഞ്ച് ആവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കധികം നേരം വെച്ചാൽ ശരിയാവില്ല. വേഗം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരെണ്ണം പുറത്തേക്ക് ചാടിപ്പോയിട്ടുണ്ട്, അതിനെ നമുക്ക് കൈകൊണ്ട് തന്നെ എടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടി ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയുള്ളി ഗോൾഡൻ നിറമൊന്നും ആകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ആയാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു തണ്ട് കറിവേപ്പില നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയ ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാലൻസ് വരുന്ന വെളിച്ചെണ്ണ നമ്മളുടെ കൊഴുവ ഫ്രൈയിലേക്ക് ആവശ്യമുണ്ട്. വെളിച്ചെണ്ണയുടെ വില അറിയാലോ, അതുകൊണ്ട് തന്നെ ഇത് കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കൊഴുവ ഫ്രൈക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ എടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് മിക്സിയിൽ ചതച്ചെടുക്കേണ്ട സാധനങ്ങളൊക്കെ റെഡിയാണ്. ആദ്യമായിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. ശേഷം നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നാളികേരവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കാം. ഇതിനോടൊപ്പം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളി കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം സ്വല്പം ശർക്കര കൂടി ചേർക്കാം. ശർക്കര ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ അല്ലെങ്കിലും ഇത് അടിപൊളി ചമ്മന്തിയാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ചമ്മന്തി കൂടി തയ്യാർ. ഇനി നമുക്കൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇവിടെ കൊഴുവയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കൊഴുവ കിട്ടിയപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഒരു 2-3 വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡിയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ ചെയ്തു. ഇനി നമുക്ക് മുട്ട ഓംലേറ്റ് കൂടി തയ്യാറാക്കാം. ഇവിടെ ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു പകുതി സവാള, കുറച്ച് ചതച്ച മുളക്, കുറച്ച് വേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അതും കൂടി തയ്യാറാക്കാം. അപ്പോൾ നമ്മളുടെ കൊഴുവ ഫ്രൈയും മുട്ട ഓംലെറ്റും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുത്ത ശേഷം 2 കൈയിലോളം ചോറ് ഇട്ട ശേഷം അതിലേക്ക് പരിപ്പും ചീരയും കുത്തിക്കാച്ചിയതും നമ്മളുടെ ചമ്മന്തിയും നമ്മളുടെ പപ്പായ മുട്ടത്തോരനും കൊഴുവ ഫ്രൈയും പിന്നെ നമ്മുടെ ലാസ്റ്റായിട്ട് നമ്മളുടെ മുട്ട ഓംലെറ്റും കൂടി വെച്ചാൽ നമ്മളുടെ പൊതിച്ചോറിലേക്കുള്ള എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ ഫുഡ് കഴിക്കേണ്ട സമയമായി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയ ശേഷം ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ചൂടാക്കിയാൽ മതി. ജസ്റ്റ് അതിന് മേലെ ഇതൊന്ന് വെക്കുന്നുണ്ട്. ഇങ്ങനെ 2 സൈഡും ഞാൻ ഓരോ മിനിറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്രൈ പാൻ്റെ ഒരു
ജസ്റ്റ് ചൂട് നമുക്കിതുമ്മ കിട്ടിയാൽ മതി. വാഴയിലയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് ഇതിലേക്ക് വരാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറക്കുന്നത്. അപ്പോൾ നമ്മളുടെ അടിപൊളി പൊതിച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനൊരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ.